ഞാൻ ഒരു മിനിറ്റ് വീട്ടിൽ നിൽക്കൂല, ഞാൻ പോന്ന. എന്നാടാ എന്നതിന്റെ പ്രശ്നം? കൊറേ കാലായില്ലേ നിങ്ങൾ ആട്ടും തുപ്പും കേട്ട് ഞാനിവിടെ സഹിച്ചു നിൽക്കുന്നേ. ഇനി ഞാൻ നിൽക്കൂല, ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്ന. ഇങ്ങനെ ഓരോ ചെറിയ പ്രശ്നങ്ങളിൽ നീ ഇങ്ങനെ പണി പോയി കഴിഞ്ഞാൽ എങ്ങനെയാ? എടുത്ത് താക്കോലെടുത്തു, വണ്ടിന്റെ താക്കോലെടുത്തും താക്കോലും കൊണ്ട, വണ്ടിന്റെ താക്കോലും കൊണ്ട് ഞാൻ പോന്ന. ഇങ്ങോണ്ടാ നീ ഒറ്റക്ക് പോവാൻ നിക്കണ്ടേ? അവിടെ ഫോറസ്റ്റിൽ ആന ഉണ്ടാവേ. ആനയും ചേനയും ഒന്നും ഉണ്ടാവില്ല, ഞാൻ പോയിക്കോളൂ. പേടിയില്ലല്ലോ, എന്നാ നീ പോയിക്കോ. ഓ നിങ്ങളാക്കാണെങ്കിലേ ഇനിയിപ്പം നീ പോന്നെയാ? ഞാൻ പോന്ന, നിങ്ങളൊക്കെ തന്നെ ആവൂല. അതെയാ, എന്നാ പിന്നെ ആന ശരിക്കും ആന ഉണ്ടാവുക? ആനയൊന്നും ഉണ്ടാവില്ല, നീ പോയിക്കോ. ഏതായാലും ഇറങ്ങിയല്ലേ, നീ പോയിക്കോ. നമുക്ക് ഒന്നിച്ച് പോയിക്കോ. വേണ്ട, ഒന്നിച്ച് നിങ്ങൾ എന്നെ കൊണ്ടാക്കി തന്നിട്ട് ഇങ്ങ് പോരെ. അങ്ങനെ നാട്ടിൽ പോയിട്ട് വരോ? എന്നാ പിന്നെ നമുക്ക് ശരിക്കും നാട്ടിൽ പോയാലോ? എല്ലാവർക്കും ഒന്നിച്ച് പോവാ. എന്നാ പോവാ, ഇറങ്ങും. അപ്പൊ നമ്മളിന്ന് നാട്ടിലേക്ക് പോന്നാന്ന് കേട്ടാ. പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചാന്ന്, ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ട്. തമിഴ്നാട്ടിൽ കണ്ട പോലെ നമ്മൾ അടികൂടിയിട്ട് പോകുന്നതല്ല കേട്ടാ, ഒറ്റക്കും അല്ല, എല്ലാരും ഉണ്ട്. റഫീഖും മക്കളും എല്ലാരും ഉണ്ട്. ഞാൻ ഒറ്റക്ക് തന്നെ കേട്ടാ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മള് മൈസൂർ റോഡ് എത്തി, ശ്രീരംഗപട്ടണം എത്താറായി. ഹൈവേ കയറി. അപ്പൊ അവിടെ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നിർത്തിയതാണ്. ചായ കുടി നാസ്തെല്ലാം കഴിഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ഇരുടായിരുന്നു. സുബൈക്ക് ഇറങ്ങിയോണ്ട് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറെ കാലമായി ഇവളുടെ ഒരു ആഗ്രഹം ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പോകണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. ഇന്ന് ഇവിടുന്ന് സ്റ്റാർട്ടിങ് മുതൽ അവള് തന്നെ ഡ്രൈവ് ചെയ്യുന്നു, നാട് വരെ. എന്താ നമുക്ക് നോക്കാം. ബാക്കിയുള്ള കാര്യമെല്ലാം നമുക്ക് വണ്ടിയിലുള്ളെന്ന് പറയാം. ഇതാന്ന് കേട്ടോ നമ്മളെ പറക്കും തളിക. ഓക്കെ വാ, എന്നാ വിട്ട വണ്ടി പറക്കും തളിക പോട്ടെ. അപ്പൊ നമുക്ക് മെല്ലെ പോകാല്ലേ? വിട്ടോളൂ. നമ്മളെപ്പം നാട്ടിൽ പോകുമ്പോ ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് പോക്കെ. പക്ഷേ 3-4 ദിവസം ഇല്ലാണ്ട് നമ്മള് തിരിച്ചു വരത്തില്ല. നാട്ടിൽ പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാ. അല്ല, പോവാനുള്ള ആ ഒരു ഉഷാറ് എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ കിട്ടാറില്ല അല്ലേ? തിരിച്ചു വരുമ്പോ എങ്ങനെയായാലും ഒരു ദിവസം ഇന്ന് വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും നാളെ ഒരു ദിവസം കൂടി നിന്നിട്ട് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയായാലും ഒരു ദിവസം 2 ദിവസം ലേറ്റ് ആവാറുണ്ട്. നിങ്ങൾ ഇടുന്ന കമന്റ്സ് എല്ലാം നമ്മളിങ്ങനെ ആസ്വദിച്ച് വായിക്കലുണ്ട് കേട്ടാ. എല്ലാരും കമന്റ്സ് എല്ലാം ഇടണം വീഡിയോയില്. ഓരോരാളെ ഭാവന, അത് എന്താ പറയാ, കമന്റ്സ്. ഞാൻ അധികം വീഡിയോസ് എല്ലാം കാണുമ്പോ മറ്റുള്ളവരുടെ വീഡിയോ ആയാലും വീഡിയോ കാണുന്നതിനേക്കാണ് മുന്നേ ഫസ്റ്റ് കമന്റ്സാ നോക്കുക. അതിലുണ്ടാവുക, അതില് ഒരുപാട് ചിരിക്കാനുണ്ടാവുക. ഓരോരുത്തർ പറയുന്ന വീഡിയോയില് ഉള്ളതിനെക്കാളും കാര്യങ്ങൾ കമന്റ്സിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് നമ്മൾ അറിയിക്കണം കേട്ടാ. നമ്മളെ വീഡിയോ ഭയങ്കര ബോറടിയാന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാലും നിങ്ങൾ കുറച്ചാൾക്കാർ അത് സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്. അവരോട് എന്താ പറയണ്ടേ, ഒരുപാട് നന്ദി. വേറെ എന്താ പറയണ്ടേ? ക്യാമറ ഉണ്ട്, 100 കിലോമീറ്റർ സ്പീഡിൽ മുകളിൽ പോയി കഴിഞ്ഞാൽ ഫൈനാണ്. അപ്പോ നമ്മള് ഒരുപാട് നേരം പറഞ്ഞിട്ട് നമ്മളെ പിന്നെ ഡ്രൈവ് ചെയ്യുന്നയോ പുറത്തുള്ള ഇതെല്ലാം കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. തൽക്കാലം നമ്മള് നാട്ടിൽ പോകുന്നത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം എടുത്ത ഒരു വീഡിയോ ആണ്. നാട്ടിൽ നിന്നൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന്. ഇൻഷാ അല്ലാ നോക്കാം. എല്ലാരും മറക്കണ്ട, എല്ലാരും സപ്പോർട്ട് ചെയ്യാ. വീഡിയോന്റെ താഴെ നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയിട്ടില്ല. രാത്രി ഒരു 1:30 മണിയായാലോ നല്ല ഇടിയും മഴയും കാറ്റെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് എണീച്ച് പിന്നെ ഒരു 3 മണിയായാലോ കറണ്ട് പോയി. പിന്നെ 4 മണിക്ക് നമ്മളെ മാമൂല അലാറം അടിയാൻ തുടങ്ങി. അന്ന് ശരിക്കും ഉറങ്ങിയിട്ടേ ഇല്ല. ഇനി നാട്ടിൽ പോയിട്ട് വേണം, കുറച്ച് ഉറങ്ങിയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ. ഞാന് ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു വീഡിയോ ഇട്ടരോ, അതിന്റെ താഴെല്ലാം കുറെ കമന്റ്സ് വന്നിന്. കൂടുതലും പോസിറ്റീവ് തന്നെയാണ്. സ്ത്രീകളാണ് കൂടുതലും, ആണുങ്ങളും ഉണ്ട്. പിന്നെ അതില് ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചത് എന്താ വെച്ചാല്, ഒരു പെണ്ണുങ്ങള് വന്നിട്ട് പറഞ്ഞത്, സ്ത്രീയല്ലേ എന്തിനാ ഇങ്ങനെയല്ലോ എന്ന് പറഞ്ഞിട്ട്, എന്തിനാ ഇങ്ങനെ ബുള്ളറ്റ് എല്ലാം എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതായിരിക്കും ഉദ്ദേശിച്ച. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മളെ വീട്ടിലുള്ള മിക്സി, ഫ്രിഡ്ജ്, TV ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ അറിയില്ലേ?
അതുപോലെ നമ്മളെ മുറ്റത്ത് കിടക്കുന്ന വണ്ടികളും നമ്മൾ ഉപയോഗിക്കണ്ടേ, ബൈക്കായാലും കാറായാലും സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിളും ഉപയോഗിക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ നമുക്കൊരു പെട്ടെന്ന് ഒരു എന്തെങ്കിലും ആവശ്യം വന്നാല് നമ്മളൊരു ഓട്ടോ ഓടിക്കണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കണം. രാത്രിയില്ലാന്ന് ഒരാവശ്യം വരുന്നെങ്കിൽ നമ്മളെ നാട്ടിലൊന്നും പ്രത്യേകിച്ച് ഒരു ഓട്ടോ വിളിച്ചാൽ പോലും കിട്ടാത്ത ഒരു നാടാണ് നമുക്ക്. പിന്നെ ആരെയും ആശ്രയിക്കാണ്ട് വണ്ടി എടുത്ത് അങ്ങ് പോകാം, അതല്ലേ നല്ലത്. സ്ത്രീകളായാലും കുഴപ്പം, എല്ലാ സ്ത്രീകളും പെണ്ണുങ്ങളെല്ലാം ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. എല്ലാ സ്ത്രീകളും പഠിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. നമ്മള് വേറെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് മറ്റോ കാര്യങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് രാത്രിയോ മറ്റോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. എപ്പോ ആണുങ്ങൾ വീട്ടിലുണ്ടാവുന്നില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിലോ മറ്റോ എന്തായാലും ഒരു ഡ്രൈവിംഗ് എല്ലാവരും പഠിച്ചിരിക്കുന്നതല്ല. സ്ത്രീകളെ നട്ട് മാറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ കാര്യത്തിന്. ഇതൊന്നും മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. വേറെ ആരെയും ആശ്രയിക്കാൻ നിൽക്കണ്ടല്ലോ. അതിനെപ്പറ്റി നിങ്ങളെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ അതും കമന്റ് ചെയ്യണേ. ആരും ചീത്ത വിളിക്കൊന്നും ചെയ്യറേ. അല്ല, ഇവള് ഡ്രൈവിംഗ് പഠിച്ചതുകൊണ്ട് എനിക്ക് വളരെ ഉപകാരം കിട്ടി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പൊ നാട്ടിലേക്കെല്ലാം ഇപ്പൊ ഡ്രൈവ് ചെയ്തിട്ട് വരുന്ന സമയത്ത് എനിക്കിപ്പോ ഉറക്കം വരുന്ന സമയത്തെല്ലാം ഞാൻ ഇവിടെ എടുത്ത് കൊടുക്കാറാ പറയും. പിന്നെ എന്ന് പറയുമ്പോ മദ്രസയില് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നെല്ലാം മദ്രസയില് കുട്ടികളെ കൊണ്ടാക്കണമെങ്കിൽ മദ്രസയിൽ നിന്ന് കൂട്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ല ഇവള് തന്നെ ചെയ്യുക. എനിക്ക് സമയമുണ്ടാവും. ഞാനിപ്പോ ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മള് ലൈൻ സപ്ലൈയെല്ലാം ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക ചിലപ്പോ. അപ്പോൾ അതിനെല്ലാം വളരെ ഉപകാരം തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ എല്ലാവർക്കും ഒരു ഉപകാരം ആവുക. ഇത് ഈ ഡ്രൈവിംഗ് പഠിച്ചതിനെ കൊണ്ട് ഒരിക്കലും ദോഷം ചെയ്യൂല, എപ്പോഴും ഉപകാരം ചെയ്യും. തുടർന്നും നിങ്ങളെ സഹകരണം, സപ്പോർട്ട്, സ്നേഹം എല്ലാം നമുക്ക് വേണം. നിങ്ങളോടുള്ള നന്ദി അറിയിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്.